2021 രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ മന്ത്രിസഭാ യോഗത്തിലെ ആദ്യ തീരുമാനമായിരുന്നു അതിദരിദ്രരില്ലാത്ത കേരളം. അത് യാഥാർത്ഥ്യമാക്കാനുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചിരുന്നു. അന്ന് ഏറ്റവും ദുർബലനായ മനുഷ്യനെയും ചേർത്ത് പിടിക്കുന്ന സാമൂഹ്യനീതിയുടെയും തുല്യതയുടെയും മാതൃകയാണ് ഈ പ്രഖ്യാപനം. നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനമാണ് കേരളം. കണ്ണിൽപ്പെടാത്ത അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ പോലുമാകാതെ അദൃശ്യരായി കഴിഞ്ഞവരെ കൈപിടിച്ചുയർത്തുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സർക്കാർ പറയുന്നു. ഏതായാലും നമുക്ക് വിശദമായി തന്നെ നോക്കാം, ആരാണ് അതിദരിദ്രർ. ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്കറിയാം ആരാണ് അതിദരിദ്രർ എന്നുള്ളത്. അതായത് അതിജീവനത്തിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, സുരക്ഷിതമായ താമസസ്ഥലം എന്നിവ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയാതെ പോകുന്നു. തെരുവിൽ കഴിയുന്നവർ, ഒപ്പം തന്നെ മറ്റു വരുമാന സാധ്യതകളോ ആസ്തികളോ ഇല്ലാത്ത അതിജീവനം പ്രതിസന്ധിയിലായ ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ നേരിടുന്നവർ മുതലായ വിഭാഗങ്ങൾ മാത്രമുള്ള കുടുംബങ്ങൾ, കുടുംബനാഥൻ ഉപേക്ഷിച്ച മറ്റു വരുമാന സാധ്യതകളോ ആസ്തികളോ തൊഴിൽ ശേഷിയോ ഇല്ലാത്ത കുടുംബങ്ങൾ, കിടപ്പ് രോഗികൾ മാത്രമുള്ള തൊഴിൽ ശേഷിയുള്ള കുടുംബാംഗങ്ങളില്ലാത്ത മറ്റ് ആസ്തികളോ വരുമാനവുമില്ലാത്ത കുടുംബങ്ങൾ തുടങ്ങിയവർ കേവല ദാരിദ്ര്യത്തിനപ്പുറം അതിജീവന ശേഷിയില്ലാത്ത അതിദരിദ്രരാണ്. ഇതാണ് സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നത്. മറ്റൊന്ന്, എങ്ങനെയാണ് ഇത് കണ്ടെത്തുന്നത്, അതിൻ്റെ ഘടകങ്ങൾ എന്നാണ് നമുക്ക് നോക്കുന്നത്. വാർദ്ധക്യം മൂലമോ ശാരീരികവും മാനസികവുമായ വെല്ലുവിളികൾ മൂലമോ ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കാത്ത കുടുംബങ്ങൾ, തെരുവിലോ പൊതുവിടങ്ങളിലോ കഴിയുന്നത് മൂലം സ്ഥിരമായി ഭക്ഷണം ലഭിക്കാതിരിക്കുന്നവരോ പൊതുസ്ഥാപനങ്ങളിൽ നിന്നോ സൗജന്യമായി ഭക്ഷണം കഴിക്കുന്നവരോ ആയ കുടുംബങ്ങൾ, ഗുരുതരമായ രോഗം ബാധിച്ചുകൊണ്ടോ മുകളിൽ പറഞ്ഞ കാരണങ്ങൾ ഒഴികെ മറ്റ് കാരണങ്ങളാൽ കിടപ്പ് രോഗികളായവരോ, അപകടം മൂലമോ വരുമാനശേഷി പൂർണ്ണമായി നഷ്ടപ്പെട്ട കുടുംബങ്ങളോ, രോഗമോ അപകടമോ കാരണം കടബാധ്യത വന്ന് ആസ്തികളും ജീവനോപാധികളും നഷ്ടപ്പെട്ട കുടുംബം, മാനസിക വെല്ലുവിളികളോ 80% ശാരീരിക വെല്ലുവിളികളോ നേരിടുന്നവരെ വീട്ടിൽ പരിപാലിക്കേണ്ടി വന്നത് മൂലം തൊഴിൽ നിന്നോ നിക്ഷേപങ്ങളിൽ നിന്നോ ആസ്തിയിൽ നിന്നോ വരുമാനം നഷ്ടപ്പെട്ട കുടുംബം, തൊഴിൽ ശേഷി ഉള്ളവരും ഇല്ലാത്തവരും, ആസ്തികളിൽ നിന്നോ നിക്ഷേപങ്ങളിൽ നിന്നോ നേരത്തെ പറഞ്ഞതുപോലെ വരുമാനമില്ലാത്ത കുടുംബം, ഇവരെയെല്ലാം തന്നെയും ഈ ഘടകങ്ങളിൽ പെടുത്തുന്നു. എന്തൊക്കെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ദരിദ്രരെ അതിൽ നിന്ന് കരകയറ്റുന്നതിനായി കേരളം പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. 2002 മുതൽ 2003 കാലഘട്ടങ്ങളിൽ നടപ്പിലാക്കിയിട്ടുള്ള ആശ്രയ പദ്ധതിയായിരുന്നു ആദ്യ പദ്ധതി. ഇവയ്ക്ക് നേതൃത്വം നൽകിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിരുന്നു. 2016 ശേഷം കേരളത്തിൽ നടപ്പിലാക്കിയ അഗതിരഹിത കേരളം പദ്ധതി ആശ്രയ പദ്ധതിയിലൂടെ പരിഷ്കരിച്ച രൂപമായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതി, റേഷൻ സംവിധാനം, ഒപ്പം തന്നെ വീട് നൽകാനുള്ള പദ്ധതികളെല്ലാം ഇതിൽ ഉൾപ്പെട്ടതാണ്. 1998 കേരളത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ കുടുംബശ്രീ പദ്ധതി കേരള ചരിത്രത്തിൽ നിർണായകമായ ഒന്നാണ്. പിന്നീട് വന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികളെല്ലാം കുടുംബശ്രീയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിലാണ് നടപ്പിലാക്കിയത്. കുടുംബശ്രീയുടെ നേതൃത്വത്തിലാണ് ആശ്രയ പദ്ധതിയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജന ഉപപദ്ധതിയും നടപ്പിലാക്കപ്പെട്ടത്. ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്താണെന്ന് നോക്കാം. സംസ്ഥാനത്തെ അതിദാരിദ്ര്യം 5 വർഷം കൊണ്ട് ഇല്ലാതാക്കുക, സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രദേശത്തുള്ള വിവിധ കാരണങ്ങളാൽ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരെ സാമൂഹ്യ പങ്കാളിത്ത പ്രക്രിയയിലൂടെ കണ്ടെത്തുക, ഓരോ ദരിദ്ര കുടുംബത്തിന്റെയും അവസ്ഥ സംബന്ധിച്ച് വിവരശേഖരണം നടത്തി അതിദരിദ്ര കുടുംബങ്ങളുടെ അതിജീവനത്തിനും ജീവിത നിലവാരം ഉയർത്താനുള്ള കുടുംബാധിഷ്ഠിത മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. നമുക്ക് അറിയാം ആരാണ് അതിദരിദ്രർ എന്ന് സമഗ്രമായ രൂപം പറഞ്ഞു. അതിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: 180 രൂപയിൽ താഴെ വരുമാനം ഉള്ളവർ അതിദാരിദ്ര്യ പട്ടികയിൽ പെടുകയാണ്. അവർക്ക് ഭക്ഷണം, പാർപ്പിടം, ആരോഗ്യം, പരിരക്ഷ, വിദ്യാഭ്യാസം തുടങ്ങിയ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും താങ്ങാനാവാത്ത അവസ്ഥയാണ് ഈ ഘടകത്തിൽപ്പെടുന്ന ആളുകൾ എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയുണ്ട്, കേരളം എങ്ങനെയാണ് ഈ പ്രഖ്യാപനത്തിലേക്ക് പോകുന്നത് എന്ന് നമുക്ക് ഇനി പരിശോധിക്കാം. അതായത് നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ്.
5422 പുതിയ വീടുകൾ സർക്കാർ നിർമ്മിച്ചു നൽകി. 439 കുടുംബങ്ങൾക്കായി 28.32 ഏക്കർ ഭൂമി, 5522 വീടുകൾ നവീകരിക്കാൻ 2 ലക്ഷം രൂപ വീതം, 34,672 കുടുംബങ്ങൾക്ക് തൊഴിൽ മേഖല വഴി, അതായത് അധികമായി 77 കോടി രൂപയുടെ വരുമാനം കണ്ടെത്തുന്ന പദ്ധതി, 4394 കുടുംബങ്ങൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ നൽകി, 579 വ്യക്തികൾക്ക് ആരോഗ്യ സഹായം നൽകി, മറ്റൊന്ന് 7 പേർക്ക് അവയവ മാറ്റ ശസ്ത്രക്രിയ സഹായം നൽകി. അത് ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മറ്റൊന്ന് 777 പേർക്ക് വ്യക്തികൾക്ക് സ്വാന്തന പരിചരണമാണ് നൽകിയത്. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് 29,427 കുടുംബങ്ങളിലെ 85,721 പേർക്ക് ആരോഗ്യ പരിരക്ഷ നൽകി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 2,210 കുടുംബങ്ങൾക്ക് ഈ പാകം ചെയ്ത് ഭക്ഷണം വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് തയ്യാറാക്കിയ ഫുഡ് അവർക്ക് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് സർക്കാർ പറയുന്നത്. 18,438 കുടുംബങ്ങൾക്ക് ഭക്ഷ്യവിറ്റുകളും ഈ സർക്കാർ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് 20,648 കുടുംബങ്ങൾക്ക് മുടക്കമില്ലാതെ സർക്കാർ എന്നും ആഹാരം നൽകുന്നു, 3 നേരം ആഹാരം നൽകുന്നു എന്നാണ് പറയുന്നത്. 34,672 കുടുംബങ്ങൾക്ക് തൊഴിലുറപ്പിന്റെ കാർഡുകൾ ഈ സർക്കാർ നൽകുന്നുണ്ട് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. ഏകാംഗ കുടുംബങ്ങളായ 428 പേരെയും ഒന്നിൽ അധികം അംഗങ്ങളുള്ള 520 കുടുംബങ്ങളെയും ഷെൽട്ടർ ഹോമിലേക്ക് സർക്കാർ മാറ്റി എന്നുള്ളതും എടുത്തു പറയുന്നു. മറ്റൊന്ന് 5,583 കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ട പിന്തുണയും സർക്കാർ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പുറമെ അവർക്ക് സൗജന്യമായി KSRTCയിൽ യാത്ര ചെയ്യാനുള്ളത്. അതായത് 2,323 കുട്ടികൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി എന്നുള്ളതാണ് പറയേണ്ടത്. 554 വിദ്യാർത്ഥികൾക്ക് വീടിനോട് ചേർന്ന സ്കൂളുകളിൽ +1 പ്രവേശനവും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇനിയും ചില വിദഗ്ധർ ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ ഇങ്ങനെയാണ്: അതിദരിദ്രരെ നിർണ്ണയിക്കാൻ എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ? ഒന്നാമത്തെ ചോദ്യമാണ്. ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ഇവിടെ ഉന്നയിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, വിദഗ്ധർ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: സർവേ നടത്തിയത് ഏത് ആധികാരിക സമിതിയാണ് സർവേ നടത്തിയതെന്നാണ് ചോദിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഡേറ്റയുടെ ആധികാരികതയും ആധികാരികമായ പഠന റിപ്പോർട്ടും എന്ത് എന്നാണ് വിദഗ്ധർ ചോദിക്കുന്നത്. നാലാമതായി ചോദിക്കുന്നു, തദ്ദേശ വകുപ്പ് പുറത്തിറക്കിയ കുറിപ്പ് പ്രകാരമുള്ള അതിദരിദ്രർ അഗതികളല്ലേ എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ ഇന്ന് സാമ്പത്തിക വിദഗ്ധരും മറ്റു വിദഗ്ധരും ചോദിക്കുന്ന ചോദ്യമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൂടെ അവർ ചോദിക്കുന്നുണ്ട്: കേന്ദ്ര ആനുകൂല്യം ഈ പദ്ധതിക്ക് വേണ്ടി ലഭിച്ചിട്ടുണ്ടോ എന്നും ഇവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്ക് മന്ത്രി MP രാജേഷും ഒപ്പം തന്നെ മന്ത്രി MP രാജേഷിന്റെ ചോദ്യത്തിനും ഉത്തരത്തിനും മറുപടിയുമായി VD സതീശനും പ്രതികരണം നടത്തിയിരുന്നു. ഇരുവരുടെയും പ്രതികരണത്തിലേക്കാണ്. ഒരു സുപ്രഭാതത്തിൽ ഗവൺമെന്റ് കേരളം അതിദാരിദ്ര്യമുക്തമായി എന്ന് പ്രഖ്യാപിക്കുകയല്ല ചെയ്തത്. 2021 ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത ഒന്നാമത്തെ തീരുമാനമായിരുന്നു ഇത്. അതിദാരിദ്ര്യവും ദാരിദ്ര്യവും തമ്മിലുള്ള വ്യത്യാസമാണ്. പക്ഷേ സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് കള്ളക്കണക്ക് കൊണ്ട് കൊട്ടാരം പണിയാണ്. അതായത് അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനം എന്ന അവകാശവാദം തന്നെ തട്ടിപ്പാണ്. CPMന്റെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് പരമദരിദ്രരായിട്ടുള്ള ആളുകൾ 4.5 ലക്ഷം കുടുംബങ്ങൾ കേരളത്തിലുണ്ടെന്നാണ്. ഈ പരമദരിദ്രരും അതീവ ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഈ 4.5 ലക്ഷത്തിൽ നിന്ന് ഈ അതീവ ദരിദ്രരുടെ നമ്പർ 64,000 ആയി മാറിയത് ഏത് ചെപ്പടി വിദ്യയാണ്? എന്ത് ചെപ്പടി വിദ്യയാണ് ഇത് സംഭവിച്ചതെന്ന VD സതീശൻ ചോദിക്കുന്നുണ്ട്. പക്ഷേ സർക്കാർ പറയുന്നതനുസരിച്ച് വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പ്, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്ത ഒരു പദ്ധതിയായിരുന്നു, ഒരു പ്രഖ്യാപനമായിരുന്നു നടപ്പിലാക്കുക എന്നുള്ളത്. അതാണ് നാളെ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാമാണ് ഇന്ന് രാഷ്ട്രീയ കേരളത്തിൽ സംഭവിച്ചതിന് അതിൻ്റെ പൂർണ്ണ രൂപം VP സഭാൻ നൽകും.
അജി, ഇന്നലെയാണ് RVG മേനോൻ അടക്കമുള്ള സാമൂഹിക പ്രവർത്തകരും സാമ്പത്തിക വിദഗ്ധരും ഇതു സംബന്ധിച്ചൊരു ചോദ്യം, അതിദാരിദ്ര്യമുക്ത കേരള പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമുയർത്തി സർക്കാരിന് കത്ത് നൽകുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പ്രഖ്യാപനം നടക്കുന്നത്, ഇതിൻ്റെ മാനദണ്ഡം എന്താണെന്നടക്കമുള്ളതായിരുന്നു ഈ കത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായിരുന്നു മന്ത്രി MB രാജേഷ് ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ചത് തന്നെ. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നടത്തിയ നടപടിക്രമങ്ങൾ ഫോളോ ചെയ്യാത്തത് കൊണ്ടാണ് വിദഗ്ധർക്ക് ഇത്തരത്തിലൊരു സംശയം വന്നതെന്നാണ് MB രാജേഷ് ഇന്ന് പറയുന്നത്. കാരണം സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് 2021-ലാണ്. രണ്ടാം പിണറായി സർക്കാർ അധികാരമേൽക്കുന്ന സമയത്ത് തന്നെ അതിദാരിദ്ര്യമുക്തമാക്കും, കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തുകയുണ്ടായിരുന്നു. അതിനുശേഷം കൃത്യമായ നടപടിക്രമങ്ങളിലൂടെ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി 64,000 അതിദരിദ്രരെ കണ്ടെത്തുകയും അവർക്കുള്ള അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇത്തരമൊരു പ്രഖ്യാപനം 2025 നവംബർ 1 പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയും അല്ലാതെയും ഒരുപാട് നടപടിക്രമങ്ങൾ നടന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള പത്രവാർത്തകൾ, മാധ്യമ വാർത്തകൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. ഇത്തരത്തിൽ ഇത് ഫോളോ ചെയ്യാതെയാണ് ഇത്തരത്തിൽ വിദഗ്ധരും പ്രതിപക്ഷവും ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുന്നതെന്നാണ് സർക്കാർ പറയുന്നത്. എന്നാൽ പ്രതിപക്ഷം ഇതിനെ പൊളിക്കാൻ ശ്രമിക്കുന്നത് കണക്കുകൾ വെച്ചാണ്. സംസ്ഥാന സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിദരിദ്രരുടെ എണ്ണം പറയുന്നത് 64,000-ആണ്. എന്നാൽ ലെഫ്റ്റിൻ്റെ, ഇടതുപക്ഷത്തിൻ്റെ പ്രകടന പത്രികയിൽ പരമദരിദ്രരുടെ കണക്കായി പറയുന്നത് 4.5 ലക്ഷമാണ്. അങ്ങനെ ഇരിക്കെ സർക്കാർ ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിദരിദ്രരുടെ എണ്ണം എങ്ങനെ 64,000 എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അതിദരിദ്രർ, പരമദരിദ്രർ, ദരിദ്രർ, അഗതികൾ എന്നിങ്ങനെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനദണ്ഡം എന്താണെന്നുള്ള ചോദ്യവും പ്രതിപക്ഷ നേതാവ് ഇന്ന് ചോദിക്കുകയുണ്ടായി. അങ്ങനെ ഈ ഒരു പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ രാഷ്ട്രീയ വിവാദം, നാളെ ഒരു അഭിമാന പദ്ധതിയായി കേരള പിറവി ദിനത്തിൽ ഇങ്ങനെയൊരു പ്രഖ്യാപനം നടത്തുമ്പോൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തന്നെയാണ് ഈ പ്രഖ്യാപനത്തിന് മുന്നേ തന്നെ ഉണ്ടായിട്ടുള്ളത്. നാളെ മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ എന്നടക്കമുള്ള സിനിമാ താരങ്ങളെ പങ്കെടുപ്പിച്ചാണ് സർക്കാർ ഈ പദ്ധതി പ്രഖ്യാപിക്കാൻ, വലിയ പരിപാടികളോടെ തിരുവനന്തപുരത്ത് പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നത്. അതിനു മുമ്പ് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ വിവാദങ്ങളും ഇതിനെ ചുറ്റിപ്പറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. അജി കുഞ്ഞുമോൻ. യെസ്, സഫാൻ സൂചിപ്പിച്ച പോലെ തന്നെ വിവാദങ്ങളൊക്കെ ഒരു പക്ഷത്ത് വരുമ്പോഴും നമ്മൾ ഇതിൻ്റെ നല്ല ഗുണങ്ങളെ പറ്റി തീർത്തും കാണാതെ പോകരുത്. പ്രത്യേകിച്ച് ഒരുപാട് പേർക്ക് തണലായ ഒരു പദ്ധതി തന്നെയാണ്. നിരാലംബരായ ഒരുപാട് ആളുകളെ ചേർത്ത് പിടിക്കുന്ന ഒരു പദ്ധതി തന്നെയാണ് ഇത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഒപ്പം തന്നെ അവകാശവാദങ്ങളും ഒക്കെ ഒരു സൈഡിൽ നടക്കുന്നുമുണ്ട്.